Assalamu alaikum. Hi everyone. So ഇത് നമ്മുടെ ഓണം വെക്കേഷൻ സീരീസ് പാർട്ട് 2 ഡേ 3. അപ്പോൾ മൂന്നാമത്തെ ദിവസം വീട്ടിൽ തന്നെയാണ്. രാവിലെ എഴുന്നേറ്റു. പിന്നെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ കുറച്ച് നേരം ഇവിടെ ഗാർഡനിൽ കുറച്ച് ചെടികളൊക്കെ വെട്ടാൻ. കാരണം ഉമ്മി ഇപ്പോൾ രാവിലെ തന്നെ ഡെയിലി സ്കൂളിൽ പോകുന്നത് കൊണ്ട് എനിക്ക് ഇതൊന്നും ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ ഞാൻ വരുമ്പോഴാണ് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രൂണിങ് പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ചെയ്യണമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ പിന്നീട് നല്ലതായിട്ട് മഴ പെയ്തു കേട്ടോ. രാവിലെ മഴ പെയ്തിട്ട് എല്ലാം ഇലയൊക്കെ കൊഴിഞ്ഞ് കിടക്കുമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ചെയ്തപ്പോഴത്തേനും ഇല കൊഴിഞ്ഞു. ഇത് ഋത എടുത്ത വീഡിയോയാണ്. അതാണ് ഇത്രയും ഷേക്ക്. ഓക്കെ, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കുറച്ച് വീടുകളിലൊക്കെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ പൊന്നൂനെയും പിക്ക് ചെയ്തു നമ്മൾ പോവുകയാണ്. ഇപ്രാവശ്യം ഇത് എൻ്റെ വാപ്പയുടെ പെങ്ങളുടെ മോളുടെ വീടാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നും ആൾ കൂടി. ഇനി അടുത്തടുത്ത വീടുകളിൽ പോകാൻ ആൾ കൂടുതലുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്കൂളിൻ്റെ വാൻ എടുത്തു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ആയിട്ട് അതിലാണ് പിന്നെ പോയത്. ഇതെൻ്റെ രണ്ടാമത്തെ മൂത്താപ്പാടെ മോളുടെ വീടാണ്. ഇവിടെ ഒന്നും ഞാനിപ്പം ഇയേഴ്സായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ മാരേജ് കഴിഞ്ഞതിന് ശേഷം, അതായത് ഒരു 12 ഇയേഴ്സായിട്ട് എവിടെയും പോയിട്ടില്ല. ഇവർ ഓർമ്മയുണ്ടോ? ഇത് ഫൈദ് ആൻഡ് ഫഹീം, എൻ്റെ പണ്ടത്തെ വീഡിയോസ്, ഞാൻ ദുബായിൽ നിന്ന സമയത്ത് അജ്മാനിലെ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. ആ വീഡിയോ ഞാൻ പിൻ ചെയ്യാവേ, സ്റ്റേക്കേഷൻ വീഡിയോ ഉണ്ട്. അത് കഴിഞ്ഞ് ഇത് നമ്മുടെ കൊച്ചുളത്താടെ വീടാണ്. അത് എൻ്റെ ഏറ്റവും മൂത്താപ്പാടെ മോളുടെ വീടാണ്. ഇവരുമായിട്ടാണ് നമ്മൾ എപ്പോഴും വൈബ് ചെയ്യുന്നത്. പിന്നെ അവിടെ എത്തിയപ്പോഴത്തേനും രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മുത്തുമ്മക്ക് കുറച്ച് ചെടിയൊക്കെ അവിടെ നിന്ന് എടുക്കുവാണ്. അങ്ങനെയൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ പൊന്നൂനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു, തിരിച്ചു പോയി. ഇതേ നെക്സ്റ്റ് ഡേ 4. അപ്പോൾ ഇന്ന് നമ്മളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ പൊന്നൂൻ്റെ വീട്ടിൽ, അതായത് ഉമ്മയുടെ കുഞ്ഞുമ്മയുടെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്ന് ലഞ്ച് കഴിക്കണം. അതിനിടയ്ക്ക് നമ്മളൊരു തെന്മല ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്താട്ടോ. അതൊക്കെ ക്യാൻസലായിപ്പോയി. സോ മട്ടൻ ബിരിയാണി കഴിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് അവരുടെ വീട്. നമ്മൾ അങ്ങോട്ടേക്ക് പോയി. ഇത് കണ്ടോ, നമ്മുടെ ലക്കി ബാമ്പു ആണ്. ഇത് നമ്മുടെ പാല് വാങ്ങിക്കുന്ന മുരളയുടെ ടിന്നിലെ ബോട്ടിൽസിലെ അതിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത്രയും പാലാരാ കുടിച്ചതെന്ന് വെച്ചാൽ ഈ കുട്ടിയാണ്. ഈ കുട്ടി കുടിച്ച പാലായിരിക്കും ഇത്രയേ ഉള്ളത്. സോ അത് കഴിഞ്ഞ് നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പപ്പായും കൊച്ചപ്പായും ആണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പുറത്ത് പോകാനൊക്കെയുള്ള കുറച്ച് പ്ലാനിങ്സൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ കുറച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ പുറത്തേക്ക് പോയി. ഇത് നമ്മുടെ കാപ്പിൽ ബീച്ചാണ്. കാപ്പിൽ ബീച്ചിൻ്റെ വീഡിയോ ഞാൻ പണ്ട് ഒരു 4-5 ഇയേഴ്സ് ബാക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് കൊച്ചുവെള്ളത്തൊക്കെ ആയിട്ട് പോയത് ഒരു പെരുന്നാളിൻ്റെ. സോ ഇതിപ്പം ഭയങ്കര ക്രൗഡഡായി ഇവിടെ. ഇപ്പം എല്ലാവരും വരുന്നതാണ്. പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ ഈ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇതുപോലെ കയാക്കിങ്, ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഭയങ്കര രസമുള്ള ഒരു ബീച്ചാണ്. ഞാനിങ്ങനെ പറയും, ട്രിവാൻഡ്രത്തെ ഏറ്റവും ബെസ്റ്റ് ബീച്ച് അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ബീച്ച് ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണടിച്ച് പറയാൻ പറ്റുന്നതാണ് കാപ്പിലോർ വർക്കല എന്നുള്ളത്. ശംഖുമുഖത്തിനൊക്കെ ഒരു കോവളത്തിനൊക്കെ ഒരു വേറെ വൈബാണെന്നേ ഉള്ളൂ. ആക്ച്വലി ഇതാണ് ഏറ്റവും ബെസ്റ്റ് ബീച്ച്. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ കായലുമാണ്. ബാക്ക് വാട്ടേഴ്സിൻ്റെ ഭംഗിയും ഉണ്ട്, സെയിം ടൈം നമുക്ക് ബീച്ചിൻ്റെ ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ വന്നത് ഒരു കറക്റ്റ് ടൈമായിരുന്നു. പിന്നെ നോക്കുമ്പോൾ മുന്നേ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ജസ്റ്റ് ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലത്തുള്ള സ്നാക്സ് ഐറ്റവും നല്ല രസമുണ്ട്. പിന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ മീനിനെ എടുക്കാം. കാരണം വാട്ടർ നല്ല ക്ലിയർ ആണ്. ഇതിനകത്ത് ഇങ്ങനെ സ്കൂൾ ഓഫ് ഫിഷസ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് കയ്യിൽ ഒരു ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കോരി എടുത്താൽ മതി. അതിനകത്ത് നിറയെ മീനെ കിട്ടും. അപ്പോൾ അങ്ങനെ പിന്നെ ഈ ഒരു അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് പശുവും ഒക്കെ നിൽക്കും. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം നമ്മളിവിടെ ഇങ്ങനെ കാലൊക്കെ നനച്ചു കേട്ടോ. നല്ലൊരു വെതറും ആയിരുന്നു. കാരണം വെയിലൊക്കെ അങ്ങ് പോയി, നല്ല കാറ്റും നല്ല രസമായിരുന്നു. ഇത് കണ്ടോ, ഇത് ഞാൻ പറഞ്ഞ ഫിഷ്. ഇത് കണ്ടോ, ഗ്രൂപ്പായിട്ട് പോകുന്നുണ്ട്. കുറേ ഉണ്ട് ചെറിയ ചെറിയ മീനുകൾ. പിന്നെ കുറച്ചുകൂടി വലിയ സൈസിലുള്ള മീനുകളെയും കണ്ടു കേട്ടോ. പിന്നെ അധികം ഇത് ഡീപ്പ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം.
അങ്ങോട്ടേക്ക്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എനിക്ക് തോന്നുന്നത് ഈ ഒരു പൈൻ ട്രീസ് ആണ് കേട്ടോ. ഒരു പൈൻ ട്രീസ് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ നിറയെ നിൽക്കുന്നത്. അപ്പോൾ അതാണെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു ഏരിയ കുറച്ചുകൂടെ നല്ല ബ്യൂട്ടിഫുൾ ആക്കുന്നത്. പിന്നെ കണ്ടോ, നല്ല ക്രൗഡഡ് ആയിരുന്നു, കാരണം സൺഡേ ആയിരുന്നു, പിന്നെ ഓണം വെക്കേഷനുമാണ്. പിന്നെ മുന്നേ ഇതുവഴി നമുക്ക് പുറത്തേക്ക് പോകുമായിരുന്നു, പുറത്തേക്ക് മീൻസ് ബീച്ച് സൈഡിലേക്ക് പോകുമായിരുന്നു. ഇപ്പോൾ അവർ റെസ്ട്രിക്ഷൻ ആക്കിയിട്ടുണ്ട് അവിടെ ഇങ്ങനെ, കാരണം കടലിങ്ങ് ഒരുപാട് മേലേക്ക് കയറി. മുന്നേ ഉള്ള വീഡിയോസിൽ ഞാൻ മുന്നേ പോയപ്പോൾ ഒരു 2 years ബാക്കാണെന്ന് തോന്നുന്നു ഞാൻ ലാസ്റ്റ് പോകുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ വേവ്സ് വരുന്ന അവിടെയൊക്കെ നമുക്ക് സുഖമായിട്ട് പോയി നിൽക്കുകയും കാലം നനയ്ക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പം തിര ഇങ്ങനെ മേലേക്ക് കയറി വരുന്നുണ്ട്. പിന്നെ ഒരു കറക്റ്റ് സൺസെറ്റിൻ്റെ ടൈമിങ്, അതുകൊണ്ട് നമുക്ക് അവിടെ ഇരുന്ന് നല്ല പോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഈവൻ ദി സ്കൈ ലുക്ക് സോ ഗ്രേറ്റ്, സോ പ്രിട്ടി ദാറ്റ് ഡേ. ഭയങ്കര രസമായിരുന്നു, ഒരു ഗാലക്സിയൊക്കെ കാണുന്ന ആ ഒരു ഫീലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ബീച്ചിലോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോഴാണ് നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ന് വെച്ചാൽ ഒരു 20 വേവ്സ് വരുമ്പോൾ അതിലൊരെണ്ണം ഇങ്ങോട്ടേക്ക് വരും. പിന്നെ നമ്മളെല്ലാവരും അത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മളെപ്പോലെ വേറെയും കുറേ ആൾക്കാരൊക്കെ അതിന് വേണ്ടിയിട്ട് വരാം. കാരണം ഭയങ്കര കോൾഡ് വാട്ടറായിരുന്നു, നല്ല തണുത്ത വെള്ളമായിരുന്നു ഇങ്ങനെ അതിന്ന് ഇങ്ങനെ കയറി വരുന്നത്. പിന്നെ എന്താ പറയുക, അപ്പുറത്തെ സൈഡിൽ കുറേ പിള്ളേർ ഇത് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറേ ഷെൽസൊക്കെ എടുത്തു. ഇതും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബാക്ക് വാട്ടർ സൈഡാണ്. അപ്പോൾ അവിടെ ഇതുപോലെ കുറേ കുട്ടികളൊക്കെ വന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ സ്വിം ചെയ്യാം കേട്ടോ, അത്യാവശ്യം നമുക്ക് സ്വിം ചെയ്യാം. അങ്ങോട്ടേക്ക് കുറച്ചുകൂടെ ഡെപ്ത് ഉള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. മുന്നേക്ക് ആയിട്ട് വന്നപ്പോഴൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിള്ളേർ ഇപ്രാവശ്യം ഞാൻ ഇവരെ ഇറക്കിയില്ല, ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അങ്ങനെ അങ്ങ് വെള്ളത്തിലേക്ക് ഇറക്കിയില്ല, ജസ്റ്റ് ഒന്ന് കളിച്ചു. പിന്നെ ലൈറ്റ് എന്താ പറയുന്നത്, കുറയും തോറും അവിടുത്തെ വൈബ് മാറി മാറി വന്നു, കുറച്ചുകൂടി രസമായിട്ട് വന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. പിന്നെ വരുന്ന വഴിക്കൊക്കെ ഓണത്തിൻ്റെ ആണോ നബിദിനത്തിൻ്റെ ആണോ രണ്ടും കൂടെ ആയിട്ട് നിറയും ലൈറ്റാണ്. ഇവിടുത്തെ എന്താ പറയുന്ന ലൈറ്റ്സ് ഒന്നും കാണാൻ വേണ്ടിയിട്ട്, ഓണം ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്തും കൊല്ലത്തൊന്നും പോകാൻ പറ്റാത്തവർ വിഷമിക്കേണ്ട. ഇവിടെ വർക്കല വന്നാൽ തന്നെ അത്യാവശ്യം നല്ലപോലെ ലൈറ്റ് കാണാം.